ഇവിടെ ഇനി കടകളിൽ ഇവിടെ കടന്റെ ഓണേഴ്സ് വന്ന് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്. അതുകൊണ്ട് അവർ കൂടെ ജില്ലാ വ്യാപാര വ്യവസായ യൂത്ത് വിംഗ് അവർ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾക്ക് നിർദ്ദേശം വന്നിട്ടുള്ളത്. ആ നിർദ്ദേശം അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-4 ദിവസം കൂടി ഇവിടെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ഇത് ഫിനിഷ് ചെയ്യാൻ കഴിയുള്ളൂ. ദുരന്തം നടന്ന ഇത്രയും ദിവസം പിന്നിടുമ്പോൾ ചൂരൽമല ടൗണിൽ നടക്കുന്നത് ശുചീകരണമാണ്. സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടൗൺ ശുചീകരണ പ്രവർത്തികൾ നടത്തുന്നത്. പല വ്യാപാര സ്ഥാപനങ്ങൾക്കും ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ട്. എന്നിരുന്നാലും നമ്മളിത് അതിജീവിക്കുക തന്നെ ചെയ്യും. നിലവിൽ സന്നദ്ധ പ്രവർത്തകരുടെ എല്ലാ നേതൃത്വത്തിൽ ചൂരൽമലയിൽ അവശേഷിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവിടെ തന്നെ വ്യാപാരി വ്യവസായിയുടെ നേതൃത്വത്തിൽ കടകളിൽ അവശേഷിക്കുന്ന സ്റ്റോക്കുകളൊക്കെ മാറ്റുന്ന ഒരു നടപടിയും നടക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായും ചൂരൽമല ടൗണിനെ ശുചീകരിച്ചുകൊണ്ട് പഴയ തരത്തിലേക്ക് മാറ്റുമെന്നുള്ളത് തന്നെയാണ് വ്യാപാരികളും അല്ലെങ്കിൽ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ നമ്മോട് പങ്കുവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് വീണ്ടും പഴയതുപോലെ ചൂരൽമല ടൗണൊക്കെ പഴയതുപോലെ ആളുകളൊക്കെ വന്ന് കച്ചവടമൊക്കെ നടക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ കുറച്ച് സന്നദ്ധ പ്രവർത്തകരാണ് നമ്മോട് കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. ഇപ്പോൾ എത്ര ദിവസം വരെ ഈ ശുചീകരണ പ്രവർത്തനം തുടരും? ഏകദേശം ഒരു 3-4 ദിവസം കൂടി ചെയ്തെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഗത്ത് എത്തുള്ളൂ. കാരണം 2-3 ദിവസം കൊണ്ടാണ് 4-5 ഷോപ്പാണ് ആകെ ക്ലീൻ ചെയ്തിട്ടുള്ളത്. 2 അടി 3 അടി ഭാഗങ്ങളിൽ ഹൈറ്റിലായിട്ട് ചളിയാണ്, നല്ല ചളിയുണ്ട്, മറ്റ് വേസ്റ്റുകളൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 2 ഷോപ്പാണ് ഇന്ന് കാര്യമായിട്ട് മണ്ണ് മാറ്റിയിട്ടുള്ളത്. നാളെ അത് വാഷ് ചെയ്ത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നാളെ വരുന്നുണ്ട്. ഇവിടെ ഇനി കടകളിൽ ഇവിടെ കടന്റെ ഓണേഴ്സ് വന്ന് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്. അതുകൊണ്ട് അവർ കൂടെ ജില്ലാ വ്യാപാര വ്യവസായ യൂത്ത് വിംഗ് അവർ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾക്ക് നിർദ്ദേശം വന്നിട്ടുള്ളത്. ആ നിർദ്ദേശം അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-4 ദിവസം കൂടി ഇവിടെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ഇത് ഫിനിഷ് ചെയ്യാൻ കഴിയുള്ളൂ. മുഴുവനായിട്ടും മണ്ണ് നീക്കം ചെയ്ത് വാഷ് ചെയ്തിട്ടല്ലേ നമ്മൾ ഉള്ളു മണ്ണ് നീക്കം ചെയ്ത് വാഷ് ചെയ്ത് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെയാണോ അവരെ കൊണ്ട് പറഞ്ഞ് അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ പിരിയുന്നുള്ളൂ. ആ രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾക്കുള്ള എല്ലാ സഹായങ്ങളും കിട്ടുന്നുണ്ടോ? ഞങ്ങൾക്ക് ഭക്ഷണം റവന്യൂന്റെ സർക്കാർ കിട്ടുന്നുണ്ട്. വ്യാപാര വ്യവസായന്റെ യൂത്ത് വിംഗ് അവർ ജില്ലാ കമ്മിറ്റി വേണ്ട ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ സഹായങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. നാട്ടുകാരുണ്ട്, ഇവിടെ പ്രദേശവാസികളുണ്ട്, ഓണേഴ്സ് ഉണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഇതുപോലെ 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് ദുരന്തം നടന്ന അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കാര്യത്തിലും എല്ലാ പ്രവർത്തനത്തിലും നേതൃത്വം കൊടുക്കുന്നതും അതിലൊക്കെ പങ്കാളികളാവുന്നു. ഇത് തന്നെയാണ് നമ്മുടെ നാടിന് വേണ്ടതും. ഒരുമിച്ച് നിന്നുകൊണ്ട് വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇത്ര ദിവസം പിന്നിടുമ്പോൾ അതൊട്ടും ചോരാതെ തന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം തന്നെ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സിവിൽ ഡിഫൻസ് ഉണ്ട്, NDRF ഉണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെ പോലെയുള്ള 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകർ വിവിധ സംഘടനകളുടെ വിവിധ വ്യത്യസ്ത ക്ലബ്ബുകളുടെ ഒക്കെ അംഗങ്ങൾ ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്.